ഉണ്ടിരുന്ന നായർക്ക് ഒരു വിളി വന്നു എന്ന പോലെയായി PV അൻവറിന്റെ അവസ്ഥ. ഏറ്റവും അവസാനം ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഞങ്ങൾ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, PV അൻവർ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ കൂറുമാറ്റ നിയമപ്രകാരമുള്ള നടപടികൾ നേരിടേണ്ടി വരും. ഞങ്ങളൊരു 1-2 മാസം മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇപ്പൊ സത്യമായി. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചു, സ്പീക്കർക്ക് രാജിക്കത്ത് നൽകി. വൈകാതെ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പിന് നിലമ്പൂർ സാക്ഷ്യം വഹിക്കും. ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച കാര്യമാണ്. ഈ ഉണ്ടിരുന്ന നായർക്ക് വിളി വന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ PV അൻവർ ഇനി XMLA ആണ്. ഈ PV അൻവർ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും, ഈ ഇടതുപക്ഷ മുന്നണി വിട്ടു പോകേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു. കാട്ടിക്കൂട്ടിയ ഒരു മണ്ടത്തരത്തിന്റെ ശിക്ഷ ഇപ്പൊ അനുഭവിക്കേണ്ടി വരുന്നു. എങ്ങും ക്ലച്ച് പിടിക്കുന്നില്ല. ക്ലച്ച് പിടിക്കാൻ പല വഴികൾ PV അൻവർ നോക്കി. ഇത് PV അൻവറിന്, അതേപോലെ PV അൻവറിനെ പോലെ ഇടതുപക്ഷത്തേക്ക് വലതുപക്ഷത്തു നിന്ന് വന്നവർക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു പാഠമാണ് PV അൻവറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു കാര്യം സത്യമാണ്, നമുക്കെല്ലാം അറിയാം, യാഥാർത്ഥ്യമാണ്. മലപ്പുറം മേഖലയിൽ, മലപ്പുറത്ത് സ്വന്തം സംഘടനാ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി CPIM പലപ്പോഴും കോൺഗ്രസിൽ നിന്ന്, ലീഗിൽ നിന്നുമൊക്കെ പലരെയും, പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ സ്വന്തം പാളയത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്. വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കളും ലീഗിന്റെ അറിയപ്പെടുന്ന പ്രാദേശിക നേതാക്കളും ഒക്കെ പല കാലങ്ങളിലായി, കഴിഞ്ഞ കുറെ ദശാബ്ദങ്ങളുടെ ചരിത്രം, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് മലപ്പുറം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പലരും അങ്ങനെ വന്നിട്ടുണ്ട്. വന്നവരെയൊക്കെ കൂടെ ചേർത്ത് പിടിച്ച് കൂടെ നിർത്തിയ ഒരു പാരമ്പര്യം CPIM-ന് മലപ്പുറത്തുണ്ട്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ TK ഹംസയാണ്. അതേപോലെ പലരും ഉണ്ട്. TK ഹംസ മലപ്പുറം DCCയുടെ തലപ്പത്തിരുന്ന ആളാണ്. TK ഹംസ. ആ TK ഹംസ കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പാർട്ടി വിട്ട് CPM-ലേക്ക് വന്നപ്പോൾ ആ TK ഹംസയെ MLA-യും മന്ത്രിയും MP-യും ഒക്കെ ആക്കി കൂടെ നിർത്തി സംരക്ഷിച്ച ഒരു പാരമ്പര്യം CPIM-നും ഇടതുപക്ഷ മുന്നണിക്കുമുണ്ട്. അതേപോലെയാണ് PV അൻവറെ ഇടതുപക്ഷം സ്വീകരിച്ചത്, CPIM സ്വീകരിച്ചത്. കോൺഗ്രസ് കുടുംബത്തിൽ പിറന്ന് കോൺഗ്രസ്സുകാരനായി വന്ന് കോൺഗ്രസ് വിട്ട് K കരുണാകരൻ DIC രൂപീകരിച്ചപ്പോൾ അതിലേക്ക് പോവുകയും പിന്നെ DIC കോൺഗ്രസിൽ വന്നപ്പോൾ തിരിച്ച് കോൺഗ്രസിലേക്ക് വരികയും ചെയ്ത കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ ഒരു കോൺഗ്രസ്സുകാരനായിരുന്ന PV അൻവറെ അവിടുത്തെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം അവിടം വിട്ടു വന്നപ്പോൾ ഇടതുപക്ഷത്തേക്ക് അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിന് മാന്യമായ സ്ഥാനവും ബഹുമാനവും അർഹതപ്പെട്ടതൊക്കെ നൽകിയ ഒരു പ്രസ്ഥാനമാണ് CPIM. ആ CPIM-നെ ചിലരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ്, ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞ് കേട്ട് അത് ചാടി വീണിട്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എതിരെയൊക്കെ തിരിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് CPM വളരെ ഗൗരവത്തോടെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോ PV അൻവർ വിചാരിച്ചത്, PV അൻവറിനെ ഉപദേശിച്ചവരും വിചാരിച്ചത്, ഇതാ ഇപ്പൊ കാണിച്ചു തരാം, ഇപ്പൊ കാട്ടിത്തരാം എന്ന് പറഞ്ഞുള്ള എന്തോ ഒരു സംഭവമായിരുന്നു. ഇവിടെ ജനങ്ങൾക്ക് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇടതുപക്ഷ ഭരണത്തിൽ എന്ത് സംഭവിക്കുന്നു. വീഴ്ചകളുണ്ടെങ്കിൽ വീഴ്ചകളെ തിരിച്ചറിയാനും നേട്ടങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിൽ നേട്ടങ്ങൾ മനസ്സിലാക്കാനും കഴിവുള്ള ഒരു ജനസമൂഹം ഈ നാട്ടിലുണ്ട്. അവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ന്യായമുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാവും, ന്യായമില്ലെങ്കിൽ അന്വേഷിച്ചിട്ട് അത് ഒന്നുമല്ലാതെ ഒരു വഴിക്ക് പോകും. പക്ഷെ ഇതിലൊക്കെ ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള PV അൻവറിന്റെ നിലപാട് അദ്ദേഹത്തിന് രാഷ്ട്രീയ ആത്മഹത്യയിലേക്ക് നയിച്ചു അദ്ദേഹത്തെ എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസ്ഥ. ഇപ്പൊ എന്താ അവസ്ഥ? ആദ്യം മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷ് സിംഗ് യാദവ് നയിക്കുന്ന സമാജ്വാദ് പാർട്ടിയിലേക്ക് ആദ്യം കയറാൻ നോക്കി. അപ്പോ അതിൽ ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം, രാജ്യസഭാ സീറ്റോ ഒക്കെ ചോദിച്ചു. അതൊക്കെ പാർട്ടി ചേർന്നിട്ട് പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞ് ചർച്ച 1-2 റൗണ്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളി തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേർന്നു, മമതാ ബാനർജിയുടെ പാർട്ടി. ഈ തൃണമൂൽ കോൺഗ്രസ് ചേർന്നിട്ട് കേരളത്തിൽ എന്ത് ചെയ്യാൻ? അത് തന്നെയാണ് മറ്റേ ചോദ്യവും. സമാജ്വാദി പാർട്ടി ചേർന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാണ്?
കേരളത്തിൽ എന്ത് ചെയ്യാനും? കേരളത്തിൽ ഇപ്പോൾ എന്തെങ്കിലും സ്വാധീനമുള്ള പാർട്ടികളാണോ ഇവരൊക്കെ? ഈ തൃണമൂൽ കോൺഗ്രസ് ആവട്ടെ, സമാജ്വാദി പാർട്ടി ആവട്ടെ, രാഷ്ട്രീയ ജനതാദൾ ആവട്ടെ, RJD ആവട്ടെ, ഈവൻ NCP പോലും, NCPയുടെ മന്ത്രി കേരള മന്ത്രിസഭയിലുണ്ട്, വനം വകുപ്പ് മന്ത്രി ഉണ്ട്, ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രി. NCPക്ക് പോലും കേരളത്തിൽ എന്ത് സ്വാധീനമുണ്ട്? പിന്നെ ഒരു മര്യാദയ്ക്ക് LDF ഇടതുമുന്നണി ഒരു ഘടകകക്ഷി എന്ന നിലയിൽ കൂടെ നിർത്തുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവർക്കൊന്നും ഒരു രാഷ്ട്രീയ പ്രസക്തിയും കേരള രാഷ്ട്രീയത്തിലില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടിയിലേക്ക് പോയിട്ട് PV അൻവർ എന്ത് കാട്ടിക്കൂട്ടാൻ? PV അൻവറിനെ ഇപ്പോഴത്തെ PV അൻവർ ആക്കിയ പ്രസ്ഥാനത്തെ PV അൻവർ മറന്നുപോയി. അവിടെയാണ് PV അൻവറിന്റെ പരാജയം തുടങ്ങിയത്. ഞാൻ വിചാരിച്ചാൽ എന്തൊക്കെയോ നടക്കും, ഇവിടെ എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൂട്ടുമെന്ന് വിചാരിച്ച PV അൻവറിനുള്ള മറുപടിയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ വനവാസം പോലുള്ള ഈ കാര്യം എന്ന് പറയുന്നത്. ആദ്യം അദ്ദേഹം സ്വന്തം സംഘടന പാർട്ടി DMK രൂപീകരിച്ചു. അത് ക്ലച്ച് പിടിച്ചില്ല. അതിന് ചെന്നൈയിൽ പോയി MK സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടൊക്കെ ചർച്ചയൊക്കെ നടത്താനൊക്കെ നോക്കിപ്പോയി. DMK എന്ന് ഇവിടെ രൂപീകരിച്ച് അതുമായിട്ട് അഫിലിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അത് നടന്നില്ല. അവരെ തട്ടിക്കളഞ്ഞു. കാരണം അവർക്കറിയാം ഇടതുപക്ഷത്തിനും പിണറായി വിജയനും CPIM-നും എതിരെ ഒരു നീക്കം നടത്തുന്ന ഒരാളെ നമ്മുടെ കുട കീഴിൽ സ്വീകരിക്കില്ല എന്ന് DMK വ്യക്തമാക്കി. അതോടുകൂടി ആ വാതിലടഞ്ഞു. പിന്നെ അടുത്ത ഘട്ടങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ പുള്ളി UDF-ൽ ചേക്കേറാൻ ശ്രമം നടത്തി. ഈ പറയുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ചില നിലപാടുകൾ, പ്രസ്താവനകൾ, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്, വയനാട്ടിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ വെച്ചിട്ട് ഒരു കളി കളിച്ചു നോക്കി. അതിലും UDF വീണില്ല. UDF യേസും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല. ഇപ്പൊ അടുത്ത നമ്പർ ഇട്ടു. VD സതീഷിനോട് മാപ്പ് പറഞ്ഞു. 150 കോടി രൂപ അഴിമതി കാര്യം ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചതിൽ, അന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചതിൽ ഇപ്പൊ ഞാൻ മാപ്പ് ചോദിക്കുന്നത് VD സതീഷിന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ അൻവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പം VD സതീഷിന്റെ മറുപടി എന്താണ്? മാപ്പ് സ്വീകരിച്ചു. UDF-ലോട്ട് വരണമെന്നോ വരണ്ടെന്നോ എടുക്കട്ടെ എന്നോ എടുക്കില്ല എന്നോ പറഞ്ഞിട്ടില്ല. അതൊക്കെ സമയമാകുമ്പോൾ തീരുമാനിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അകത്ത് യാതൊരു വ്യക്തതയുമില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് സമാജ്വാദി പാർട്ടി ചേരാൻ തീരുമാനിച്ചത്. അതും ക്ലച്ച് പിടിച്ചില്ല. അപ്പോ MP സ്ഥാനം, രാജ്യസഭ MP സ്ഥാനം കിട്ടത്തില്ല. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിലേക്ക്, മമതാ ബാനർജിയുടെ കോൺഗ്രസിലേക്ക് പോയി. അവിടെ ഇനി എന്താ ഇദ്ദേഹത്തിന് കിട്ടാൻ പോണേന്ന് കാത്തിരുന്ന് കാണുക. എന്തായാലും PV അൻവറിന്റെ അവസ്ഥയില് നമുക്ക് സഹതാപം തോന്നുന്നു. 87 മുതൽ 2011 വരെ, 1987 മുതൽ 2011 വരെ നിലമ്പൂർ മണ്ഡലം ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായി. കോൺഗ്രസിന്റെ നേതാവ്, ലീഗിനെ വെല്ലുവിളിച്ച, പാണക്കാട്ട് കുടുംബത്തെ വെല്ലുവിളിച്ച ആര്യാടൻ മുഹമ്മദ് നിരന്തരം തുടർച്ചയായിട്ട് ജയിച്ചു വന്ന നിലമ്പൂര് 2011 വരെ അവിടേക്ക് ഒരു കാർഡിറക്കി ഇടതുപക്ഷം CPIM കളിച്ച് ആ കാർഡ് വിജയിച്ചു. PV അൻവറിനെ കൂടെ കൂട്ടിയിട്ട് 82-ലാണ് അവസാനമായിട്ട് ഇടതുപക്ഷം നിലമ്പൂര് ജയിക്കുന്നത്. പിന്നെ 87 മുതൽ 2011 വരെ കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദ്, കോൺഗ്രസ് ഒന്നല്ല, ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകം എന്നാണ് പറയുന്നത്. പക്ഷേ 11 ശേഷം എന്ത് സംഭവിച്ചു? അപ്പൊ ആര്യാടൻ അദ്ദേഹം പ്രായാധിക്യം മൂലം മത്സരരംഗത്തുനിന്ന് മാറിയപ്പം മകൻ ഷൗക്കത്തിനെ, ആര്യാടൻ ഷൗക്കത്തിനെ, സിനിമാ നിർമ്മാതാവ് കൂടിയായ, തിരക്കഥാകൃത്ത് കൂടിയായ ആര്യാടൻ ഷൗക്കത്തിനെ രംഗത്തിറങ്ങിയിട്ട് ക്ലച്ച് പിടിച്ചില്ല. അവിടെയാണ് PV അൻവറിനെ നിർത്തി ആ കാർഡ് മുന്നിൽ ഇറക്കിയിട്ട് ഇടതുപക്ഷം നിലമ്പൂര് പിടിച്ചെടുക്കുന്നത് CPIM-ന്റെ നേതൃത്വത്തില്. അപ്പൊ ആദ്യം ജയിച്ചു. 2016-ലും 2021-ലും അൻവർ നിലമ്പൂരിൽ ജയിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അൻവർ വിചാരിച്ചത് എന്റെ വലിയ പേഴ്സണൽ കരിസ്മ, എന്റെ വ്യക്തി പ്രഭാവം എന്ന് മലയാളത്തിൽ പറയാവുന്ന ഒരു പ്രയോഗത്തിലൂടെ, ഇതൊന്നും CPM-ന്റെ ഗുണമല്ല, എന്റെ വ്യക്തി പ്രഭാവമാണ് എന്ന് സ്വയം ധരിച്ചു പോയ വിഡ്ഢികളുടെ സ്വർഗത്തിലായി പോയി PV അൻവർ. അവിടെയാണ് PV അൻവറിന്റെ വ്യക്തിപ്രഭാവം ഇപ്പൊ ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഈ ഉപതെരഞ്ഞെടുപ്പിന് ഇപ്പൊ 6 മാസത്തിനുള്ളിൽ നിലമ്പൂര് വരാൻ പോകുന്നു. വൈകാതെ ഈ വർഷം തന്നെ പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പൊ 1.5 കൊല്ലം ബാക്കിയുള്ളപ്പോഴാണ് PV അൻവർ ഇപ്പൊ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. ബൈ ഇലക്ഷൻ വരുന്നു നിലമ്പൂര്. ഇടതുപക്ഷം എന്താണ് ചെയ്യാൻ പോണത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞങ്ങൾ പറഞ്ഞതാണ് ബൈ ഇലക്ഷൻ വൈകാതെ അൻവർ രാജിവെക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അടുത്തൊരു പോർക്കളം നിലമ്പൂരിൽ ഒരുങ്ങുകയാണ്. ആരൊക്കെ തമ്മിൽ? ഇവിടുത്തെ പ്രധാന കക്ഷികൾ
നിലമ്പൂരിലെ LDF UDF അവിടെ BJP ഒരു വലിയ ഘടകമൊന്നുമല്ല, ഒരു നിർണായക ഘടകമായിട്ട് BJP നമുക്ക് എടുക്കണ്ട. പിന്നെ മറ്റു പാർട്ടികളുടെ കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ നിലമ്പൂരിന് മത്സരിക്കാനില്ലെന്ന് PV അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് ബൈ ഇലക്ഷൻ വരുമ്പോൾ. പകരം UDFന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. ഞാൻ പറയുന്ന ആളെ UDF സ്ഥാനാർത്ഥിയാക്കിയാൽ എങ്ങനെയുണ്ട്? അൻവർ തീരുമാനിക്കും അത്ര UDF സ്ഥാനാർത്ഥിയെ മലപ്പുറത്തെ നിലമ്പൂരില്. VD സതീശൻ എന്താണ് പറയാനുള്ളത്? നടക്കുമോ? അല്ല നടക്കുമോ? ഉണ്ടിരുന്ന നായർക്ക് വിളി വന്ന് എഴുന്നേറ്റ് പോയി നിങ്ങൾ ഊണ് കൊടുക്കുമോ? അടുത്ത ഊണ് കൊടുക്കുമോ? അതാണ് ഇതിന്റെ പ്രധാന ചോദ്യം.